പ്രജൻ, കഴിഞ്ഞ വർഷമാണ് EOS 8 സാറ്റലൈറ്റ് ഇന്ത്യ വിക്ഷേപിച്ചത്. അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്ന EOS 9 എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ശത്രുക്കളുടെ നിരീക്ഷണം കൃത്യമായി നടത്താനാകുമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റെന്തൊക്കെ പ്രത്യേകതയുണ്ട് ഇപ്പോഴത്തെ ഈ വിക്ഷേപണം നടത്തിയിട്ടുള്ള ഉപഗ്രഹത്തിന്? EOS 4 ഒരു അപ്ഗ്രഡേഷൻ ആണ് EOS 9 എന്ന് പറയാം. ഇപ്പോൾ ഈ സാറ്റലൈറ്റുകൾക്ക് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകുന്നതിനൊരു പ്രത്യേക സംവിധാനമുണ്ട്. അതുകൊണ്ടുമാണ് ഇപ്പോൾ ഇതിനെ EOS അല്ലെങ്കിൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിസാറ്റ്, അതായത് റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് എന്നതിന്റെ ഷോർട്ട് ഫോമായ റിസാറ്റ് എന്ന് ആണ് ഒരുപക്ഷെ ഈ പറയുന്ന ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകേണ്ടിരുന്നത്. പക്ഷേ ISRO സ്വീകരിച്ചിരിക്കുന്ന പുതിയ രീതി അനുസരിച്ചാണ് ഇപ്പോൾ EOS എന്ന രീതിയിൽ ഇതിന് പേര് മാറ്റിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ മാത്രമാണ് അതിനെ വിളിക്കേണ്ടതും അറിയപ്പെടേണ്ടതും, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 09. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യസുരക്ഷ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലാതെ തന്നെ ഇതിനെ ഉദ്ദേശ ഉപഗ്രഹം എന്നാണ് വിളിക്കാം. പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഇതിന്റെ ഒരു നിരീക്ഷണ പരിധി എന്താണോ ആ പരിധിയിൽ വരുന്ന മണ്ണ്, ആ മണ്ണിലെ ഈർപ്പം അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥാ സാഹചര്യം, ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ അത് മനുഷ്യനിർമ്മിതമാണോ അല്ല അത് നാച്ചുറലി ഉള്ളതാണോ എന്നൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് ഈ ഉപഗ്രഹത്തിന്റെ പ്രത്യേകത. കാരണം റഡാറാണ് ഉപയോഗിക്കുന്നത്. റഡാർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഇമേജുകളെ പകർത്തുന്നു. ഇതാണ് വളരെ ബേസിക് ആയിട്ട് ഇതിന്റെ ഒരു ടെക്നോളജിയെ കുറിച്ച് പറയാൻ കഴിയുക. മറ്റ് ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ ഉപയോഗിച്ചാണ് പകർത്തുന്നതെങ്കിൽ അതിലൊരു പക്ഷേ ഈ വ്യക്തത കുറവൊക്കെ ഉണ്ടാവും, ഒരു ചെറിയ രീതിയിലെങ്കിലും. പക്ഷേ ഇത് റഡാറുകൾ ഉപയോഗിച്ച് പകർത്തുന്ന ഇമേജുകൾ ആയതുകൊണ്ട് തന്നെ അതിൽ ഈ പറയുന്നത് പോലെ ഒരു 99.99 അക്യുറസി നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ISRO ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ്, ഏത് രീതിയിലാണ് ഇത് രാജ്യസുരക്ഷയ്ക്ക് പോലും മുതൽക്കൂട്ടാവും എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായുള്ള ചില നിർമ്മാണ പ്രവൃത്തികൾ നമ്മൾ അതിർത്തിയിൽ നടക്കുന്നു എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? ഉപഗ്രഹ ചിത്രങ്ങൾ വഴിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ അതിർത്തികളിൽ ശത്രു രാജ്യങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ, അതിപ്പോൾ നിർമ്മാണ പ്രവർത്തനമായാലും അല്ലെങ്കിൽ ഒരു പടക്കോപ്പുകളുടെ ഒരു നീക്കമാണെങ്കിലും അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ, വളരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ഇത്തരം ഉപഗ്രഹങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്, ഈ റഡാർ ഇമേജിംഗ് ടെക്നോളജിക്ക് കഴിയും എന്നുള്ളതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് രാജ്യസുരക്ഷയ്ക്കും വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, ഇനി കാർഷികാവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, ഇനി കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അത് ഇന്ന സമയം എന്നില്ല, രാത്രിയാകാം, പകലാകാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ ശക്തമായ മഞ്ഞുള്ള സമയത്തോ മൂടൽ മഞ്ഞുള്ള സമയത്തോ, അങ്ങനെ ഏത് കാലാവസ്ഥയിലും ഓൾ വെതർ കണ്ടീഷൻ എന്നാണ് ISRO അവകാശപ്പെടുന്നത്. അങ്ങനെ എല്ലാ വെതർ കണ്ടീഷൻസിലും നമുക്ക് ഈ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് EOS 09 എന്ന് പറയേണ്ടി വരും. പിന്നെ നേരത്തെ പറഞ്ഞതിനാണ്, നേരത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സവിശേഷത ഇത്തവണത്തെ ഈ വിക്ഷേപണത്തിലും ഉപഗ്രഹത്തിലും ഉണ്ട് എന്ന് പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞ DFSM എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡെബ്രി ഫ്രീ സ്പേസ് മിഷൻ എന്ന് പറയും, അവശിഷ്ടരഹിത ബഹിരാകാശ ദൗത്യങ്ങൾ എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം 5 വർഷ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ ഉപഗ്രഹങ്ങൾ വെറും പേടകം മാത്രമായി മാറും. അതിൽ യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല. ഏത് ഭ്രമണപഥത്തിലേക്കാണോ ഇതിനെ വിക്ഷേപിക്കുന്നത് ആ ഭ്രമണപഥത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ചുറ്റിക്കറങ്ങുന്ന വെറും അവശിഷ്ടമായി, ഒരു ഇലക്ട്രോണിക് അവശിഷ്ടമായി അല്ലെങ്കിൽ ഒരു സ്പേസ് അവശിഷ്ടമായി ഇത് മാറും. അത് ഈ പറയുന്ന പോലെ ഒരുപാട് രാജ്യങ്ങൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നുണ്ട്. അവയെല്ലാം ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ഉപയോഗശൂന്യമാവും. അങ്ങനെ അവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും അതുമൂലം ഉണ്ടാവുന്ന അപകടങ്ങൾ, ഭൂമിക്കുണ്ടാവുന്ന ഭീഷണികൾ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾക്കുണ്ടാവുന്ന ഭീഷണികൾ, ഇതെല്ലാം മുന്നിൽ കണ്ടാണ് എന്തുകൊണ്ട് ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡീകമ്പോസ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ അത് ഇല്ലാതായി പോകുന്ന സംവിധാനം ഉപയോഗിച്ചുകൂടാ എന്ന ചിന്ത ശാസ്ത്രജ്ഞർക്കുണ്ടായത്. അങ്ങനെ ISRO മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതായത് ഈ പറയുന്ന EOS 09 എന്ന് പറയുന്ന ഉപഗ്രഹത്തിൽ അധിക ഇന്ധനം കൂടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറന്ന് മുകളിലോട്ട് പോയിരിക്കുന്നത് നമ്മുടെ PSLV C61 എന്ന് പറയുന്ന കരുത്തൻ റോക്കറ്റ്. ഇനി 5 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 5 വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും EOS 09 കാലാവധി അവസാനിക്കുന്നു. പ്രസിഡന്റ്, ഇപ്പോൾ ഒരു നിർണായകമായ വിവരം വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് റഹീസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. റഹീസ്, എന്താണ് ഈ വിക്ഷേപണത്തെ കുറിച്ച് ISRO പറയുന്നത്? പ്രവിത, ഏറ്റവും ഒടുവിൽ വന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചാണ് എങ്കിൽ ഈ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു, മിഷൻ കുഡിൻ ബി അക്കംപ്ലിഷ്ഡ് എന്നുള്ള ഒറ്റ വാക്കാണ് ഇപ്പോൾ ISROയുടെ ഭാഗത്തുനിന്ന് ഒരു കമൻട്രി ആയി വന്നിട്ടുള്ളത്. ആ വിവരം സ്ഥിരീകരിക്കാൻ ഏതാണ്ട് കുറച്ച് സെക്കൻഡുകൾ കൂടി ആവശ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മിഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിവരം മാത്രമാണ്
ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇത്തരത്തിലൊരു 3 മിനിറ്റുകൾക്കുള്ളിൽ ദൗത്യം പൂർത്തിയാകേണ്ടതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുകളും ഇപ്പോൾ ലഭിച്ചില്ല. അത് ISRO കൺഫേം ചെയ്തിരിക്കുന്നു. ഈ മിഷൻ ഒരു പരാജയമായി മാറിയിരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് ഒരു കൺഫർമേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ നൽകാം എന്ന് തന്നെയാണ്. അതായത് ഒരു 3-ാം സ്റ്റേജിൽ വച്ച് ഒരു ബേൺ ഔട്ട് ഉണ്ടായി, ഉപഗ്രഹം കത്തിപ്പോയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയാണ്. ഇത്തരത്തിൽ 3-ാം ഘട്ടത്തിൽ, അത് 3-ാമത്തെ സ്റ്റേജിൽ PSLVയിൽ നിന്ന് ഉപഗ്രഹം കത്തിപ്പോയിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3-ാം സ്റ്റേജിന് ശേഷം ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ഫെയിലായിരിക്കുന്നു എന്നുള്ള കാര്യം ISROയുടെ ചീഫ് തന്നെ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു തിരിച്ചടി തന്നെയാണ്. അതൊരു സങ്കടകരമായിട്ടുള്ള വിവരവും ഒരു തിരിച്ചടിയും കൂടിയാണ് ISROയെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് എന്ന് നമ്മൾ ഇത്ര നേരമായി അത് പറഞ്ഞതാണ്. കാരണം 3-ാം സ്റ്റേജിൽ വെച്ചൊരു ബേൺ ഔട്ട് ഉണ്ടായിരിക്കുന്നു, കത്തി പോയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ളൊരു വിവരമാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള സ്പേസ് ഏജൻസികൾ അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ കൃത്യമായി ഫോളോ ചെയ്യുന്ന സൈറ്റുകളൊക്കെയും നൽകുന്ന വിവരം. അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. അത് ഉടൻ തന്നെ ISROയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ആദ്യ 2 ഘട്ടങ്ങൾ അത് കൃത്യമായ കൺട്രോളിലായിരുന്നു, കൃത്യമായ സ്പീഡിലായിരുന്നു. അതിൽ നിന്ന് അത് ISROയുടെ കൃത്യമായ കമൻട്രി നമുക്കിവിടെ ഈ ഒരു സെൻറ്ററിൽ കേൾക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഈ ഒരു 3-ാമത്തെ ആ ഒരു സ്റ്റേജിൽ വച്ച് ഉപഗ്രഹം കത്തിപ്പോയിരിക്കുന്നു എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. അൺസക്സസ്ഫുൾ ആണ്, അത് തീർച്ചയായിട്ടും അൺസക്സസ്ഫുൾ ആണ് എന്നുള്ള വിവരം തന്നെ പുറത്തു വരികയാണ്. അങ്ങനെ ആ ഒരു 3-ാമത്തെ ഘട്ടത്തിൽ വച്ചിട്ട് ISROയ്ക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ഒരു ക്ലൗഡി വെതർ ആയിരുന്നു രാവിലെ. അതൊരു ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ ഒരു പ്രചാരമുണ്ടായിരുന്നു.